ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഫാമിലി ആയിട്ടൊരു യാത്ര പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് പുതുപ്പള്ളി. പുതുപ്പള്ളിയിൽ ഉള്ള പള്ളിയിലാണ് നമ്മൾ പോകുന്നത്. പള്ളി മാത്രമല്ല, അവിടെ ഫേമസ് ആവാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും ബഹുമാനപൂർവ്വം ഓർക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിയാണ്, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ പള്ളി. അപ്പോൾ പള്ളിയുടെ പുറത്തുള്ള ഭാഗത്ത്. അപ്പോൾ ഞാൻ എങ്ങനെ അത് വിവരിക്കണം എന്ന് എനിക്കറിയില്ല. സോ അത് വിവരിച്ചതിൽ, പള്ളി എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഒരുപാട് മഹത് വ്യക്തികളെ ഓർമ്മയിൽ വച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അതിനോട് അടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഖബറിടവും വച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു അത്രയ്ക്ക് മഹാനായ വ്യക്തിയാണെന്നാണ് ഇതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്ലാണ്ട് തന്നെ നമുക്കറിയാം, ഒരു മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ, ഒരു മന്ത്രി ആയിരുന്നപ്പോഴൊക്കെ ഒരു ജാടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത്. ആ സമയത്ത് പട്ടം സെൻറ്റ് മേരീസ്, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു. ആക്ച്വലി ഞാനൊരു സത്യം പറയട്ടെ, ഒരാൾ പോലും ഓരോ ക്ലാസ്സുകളും ഇങ്ങനെ ഇറങ്ങി കയറി വന്നിട്ടില്ലായിരുന്നു. നമ്മളവിടെ എല്ലാ ക്ലാസ്സും അല്ല, താഴത്തെ നിലയിൽ, എൻ്റെ ക്ലാസ് താഴത്തെ നിലയിൽ നിന്ന് 3ാമത്തെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ താഴത്തെ നിലയിൽ ടോട്ടൽ 5 ക്ലാസ് ഉണ്ടായിരുന്നു. ഈ 5 ക്ലാസ്സിലും അദ്ദേഹം കയറിയിട്ടുണ്ടായിരുന്നു. കയറി സംസാരിച്ചിട്ടാണ് പോയത്. 3ാമത്തെ ക്ലാസ് എൻ്റേതായിരുന്നു. അവിടെ അദ്ദേഹം വന്നു സംസാരിച്ചു. അന്ന് ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് റൊട്ടേഷനുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് റൊട്ടേഷനിൽ എൻ്റെ ആ ഒരു സീറ്റ് വരുന്ന ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഫ്രണ്ടിലിരുന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹം ഫ്രണ്ടിൽ റോയിലിരുന്ന പിള്ളേർക്ക് ഇങ്ങനെ പോകാൻ നേരത്തെ ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുത്തു. അപ്പോൾ അതിലൊരു വ്യക്തിയായിരുന്നു ഞാൻ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബട്ട് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, അതുകൊണ്ട് സങ്കടവും ഉണ്ട്. അപ്പോൾ ഹാപ്പിയും സങ്കടവും എല്ലാം കൂടി ഇടചേർന്ന ഒരു നിമിഷമാണ്. ഓക്കെ, ലീവ് ഇറ്റ്. ഞാൻ ഓർമ്മ പങ്കുവെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പള്ളിയും പരിസരവും എല്ലാം വളരെ മനോഹരമായിരുന്നു. അവിടുത്തെ സ്കൈയുടെ ആ ഒരു ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. വളരെ നല്ല അന്തരീക്ഷം, സ്കൈ ആയിക്കോട്ടെ, അവിടുത്തെ പരിസരം ആയിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഖബറിടത്തിൽ പോകാനും അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനൊക്കെ എല്ലാ മനുഷ്യർക്കും പറ്റും. എന്ന് പറഞ്ഞാൽ ആർക്ക് വേണോ പോയി അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ പോകാൻ പറ്റിയതും ഒരുപാട് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് പോയത്. സോ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബീഫ് വേണമെന്ന്. സോ എനിക്ക് ബീഫും അച്ഛൻ വാങ്ങിയ അപ്പത്തിൽ നിന്ന് ഒരു അപ്പവും കൂടെ ഞാൻ വാങ്ങി കഴിക്കാൻ പോകണം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ, ബൈ.